നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം തിങ്കളാഴ്ച വൈകിട്ട് സമാപിക്കും. അവസാന മണിക്കൂറിൽ വാശിയോടെ കളം നിറച്ച് മുന്നണികൾ. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു പറയാൻ കേൾപ്പുള്ള ആളാണ് ഞാനെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ഓർക്കണമെന്ന് സന്ദീപ് ജി വാര്യർ. തെറ്റുതിരുത്തി ഏതറ്റം വരെയും പോയി തച്ചനാട്ടുകരയിലെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും സന്ദീപ് വാര്യർ. GST അടച്ചു നൽകാമെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ തട്ടിയ സംഭവത്തിൽ യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃത്താല സ്വദേശി നവാസ് ബിൻ അലിയാണ് അറസ്റ്റിലായത്. കൊപ്പത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം, ഒരാൾ മരിച്ചു. ഒറ്റപ്പാലം പനമണ്ണ് സ്വദേശി വിജയനാണ് മരിച്ചത്. വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലത്ത് HT വൈദ്യുത ലൈൻ കവചിത കേബിളാക്കി മാറ്റുന്നു. കേബിൾ വലിക്കുന്ന ജോലി ജനുവരിയോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിബു എം ഭാഷ. വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം തിങ്കളാഴ്ച വൈകിട്ട് സമാപിക്കും. അവസാന മണിക്കൂറിലും വാശിയോടെ കളം നിറയുകയാണ് മുന്നണികൾ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന്റെ സമയപരിധി തിങ്കളാഴ്ച വൈകിട്ട് 6-ന് അവസാനിക്കും. ജില്ല കണ്ട ഏറ്റവും വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് പാലക്കാട് നടക്കുന്നത്. പ്രചരണം ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾ തമ്മിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വാക്പോരും കളം മാറലുമെല്ലാം പാലക്കാടിന്റെ ചിത്രം പ്രവചനാതീതമാക്കുന്നു. ഓരോ ദിവസവും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ പാലക്കാട് സംഭവിക്കുമ്പോൾ ജനം എങ്ങോട്ട് ചായുമെന്നത് കണ്ടറിയണം. UDFനെ സംബന്ധിച്ച് പാലക്കാട് സീറ്റ് നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടമാണ്. തുടക്കം മുതൽ തന്നെ അതിനുവേണ്ട കരുക്കൾ നീക്കിയാണ് UDFന്റെ പ്രചാരണം. ഏറ്റവും ഒടുവിൽ BJPയിൽ നിന്നും സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിച്ച് നടത്തിയ അപ്രതീക്ഷിത നീക്കം മേൽക്കോയ്മ നൽകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. പാലക്കാട് ശക്തമായ സ്വാധീനമുള്ള BJP ഉപതെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിച്ചു തന്നെയാണ് പ്രചാരണം നടത്തിയിട്ടുള്ളത്. തങ്ങളുടെ ശക്തമായ കോട്ടയായ പാലക്കാട് C. കൃഷ്ണകുമാറിലൂടെ അക്കൗണ്ട് തുറക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും BJPയും NDAയും. എന്നാൽ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്ന് സ്ഥാനാർത്ഥിയായ P. സരിനിലൂടെ പാലക്കാട് വീണ്ടും ചെങ്കടി പാറിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് CPMഉം ഇടതുപക്ഷവും. സരിന്റെ സ്ഥാനാർത്ഥിത്വം ഇത്തവണ പാലക്കാട് കൂടുതൽ വോട്ട് നേടിത്തരുമെന്ന് LDF കണക്കുകൂട്ടുന്നു. മുമ്പെങ്ങുമില്ലാത്ത ആവേശം സരിനിലൂടെ LDF പാലക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ത്രികോണപോരിൽ ആര് മുന്നിലെത്തുമെന്നറിയാൻ കാത്തിരിക്കണം. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ രംഗം കൊഴുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. അതിനു മുമ്പ് ഇനിയും ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ എന്നതും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര അറിയിച്ചു. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു പറയാൻ കെൽപ്പുള്ള ആളാണ് ഞാനെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ഓർക്കണമെന്ന് സന്ദീപ് ജി വാര്യർ. തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് സന്ദീപ് ജി വാര്യരെ ജന്മനാടായ തച്ചനാട്ടുകരയിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിച്ചത്. മുതിർന്ന പാർട്ടി നേതാക്കളും യുവജന സംഘടനാ നേതാക്കളും സന്ദീപിനെ ത്രിവർണ്ണ ഷോൾ അണിയിച്ചു. തെറ്റുതിരുത്തി ഏതറ്റം വരെയും പോയി തച്ചനാട്ടുകരയിലെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് സന്ദീപ് ജി വാര്യർ പറഞ്ഞു. ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്ന ഒരു നാട്, എൻ്റെ കൂടി പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ ആ തെറ്റ് ഞാൻ തിരുത്തും. ആ ഒരു പഴയ ഗതകാല പ്രൗഢിയിലേക്ക് തച്ചനാട്ടുകരെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു പുതിയ സഹപ്രവർത്തകൻ എന്നുള്ളതിലേക്ക് എൻ്റെ ഒരു അഭ്യർത്ഥനയുള്ളത്. അതിന് ഏതറ്റം വരെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഏതറ്റം വരെ
തച്ചനാട്ടുകര പഞ്ചായത്ത് UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ലീഗിന്റെയും ഒക്കെ പൊന്നാപുരം കോട്ട തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനം, ഞാൻ അംഗത്വം എടുത്തിട്ടുള്ള എൻ്റെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ ഈ തച്ചനാട്ടുകര പഞ്ചായത്തിൽ അജയ്യമാക്കി തീർക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പം എൻ്റേത് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഒത്തൊരുമിച്ച് അതിനുവേണ്ടി പോരാടണം. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും മാസങ്ങൾ മാത്രമാണ് ബാക്കി, ഏകദേശം 10 മാസക്കാലം ബാക്കി. തീർച്ചയായിട്ടും അത് ശക്തി തെളിയിക്കേണ്ട സമയം കൂടിയാണ്, സന്ദർഭം കൂടിയാണ്. അതിലേക്കുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകണം. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു പറയാൻ കെൽപ്പുള്ള ആളാണ് ഞാനെന്ന് എൻ്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് ഓർക്കണമെന്നും സന്ദീപ് പറഞ്ഞു. ഞാൻ വിനയത്തോടെ നേരത്തെയും അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തഗ് പറഞ്ഞാൽ 5 തഗ് പറയാൻ കഴിവുള്ള ആളാണ് ഞാൻ, ഓർമ്മയുണ്ടായാൽ മതി, എന്നിട്ട് എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാൽ മതി എന്ന് അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് ഏത് രീതിയിലാണോ പറയുന്നത് അതിലപ്പുറം പറയാൻ ശേഷിയും ചേമോഷിയും ഉണ്ട് എനിക്ക് എന്ന് നല്ല ബോധ്യം അപ്പുറത്തും ഉണ്ടെന്ന് എനിക്കറിയാം. മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ്, വി രാമൻകുട്ടി ഗുപ്തൻ, ഇ ഗോപാലകൃഷ്ണൻ, കെ മധുസൂദനൻ, എ മുരളീകൃഷ്ണൻ, വി ഡി മണികണ്ഠൻ, എൻ പി സൈനുദ്ദീൻ, സുരേഷ് കല്ലിത്തൊടി, ഇ ഗോപാലകൃഷ്ണൻ, ആമീൻ പാലോട്, പി ബാബു, എ മനോജ്, എ കെ സുധാകരൻ, കുന്നത്ത് രാജൻ, സി എം അജീഷ്, പി രാജേഷ്, എടപ്പറ്റ രാജൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. തച്ചനാട്ടുകരയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതാപം പഴയ രീതിയിൽ കൊണ്ടുവരാൻ സന്ദീപിന്റെ വരവോടെ എളുപ്പമാകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് പറഞ്ഞു. തച്ചനാട്ടുകര പഞ്ചായത്തിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കടന്നുവരവിനെ കാണുന്നത്. കാരണം അത്രമാത്രം ജനങ്ങൾക്കിടയിൽ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലുമൊക്കെ ജനമനസ്സുകളിൽ അതിൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ അധികാരം ഇപ്പോൾ നിലവിലില്ലാത്ത, സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒന്നും അധികാരമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് തന്നെ നമുക്ക് വളരെയധികം ആവേശവും നൽകുന്ന ഒരു സംഗതിയാണ്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സന്ദീപ് തച്ചനാട്ടുകര നാട്ടുകലിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തിയത്. GST അടച്ചു നൽകാമെന്ന് പറഞ്ഞ് 4.5 ലക്ഷത്തോളം രൂപ തട്ടിയ സംഭവത്തിൽ യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃത്താല സ്വദേശി നവാസ് ബിൻ അലിയാണ് അറസ്റ്റിലായത്. ടാക്സ് കൺസൾട്ടൻസി നടത്തി വന്നിരുന്ന ആളാണ് നവാസ്. മറ്റ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ പരാതിയുള്ളതായി പട്ടാമ്പി SI മണികണ്ഠൻ പറഞ്ഞു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 217/2024 409/420 ചീറ്റിംഗ് കേസിലെ പ്രതിയായിട്ടുള്ള നവാസ് ബിൻ അലി എന്ന് പറയുന്ന ആളെ ഇന്ന് പട്ടാമ്പി പോലീസ് ISH പത്മരാജൻ സാറുടെ നേതൃത്വത്തിലുള്ള പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെട്ടിപ്പ്, വ്യാജമായിട്ടുള്ള GST റെസിപ്റ്റ് നൽകി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പരാതി വന്നിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പട്ടാമ്പിയിലെ കേസ് സംബന്ധിച്ചിടത്തോളം ഏകദേശം 4,50,000 രൂപയാണ് ഇത്തരത്തിലുള്ള GST വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി. തൃത്താല, ചാലിശ്ശേരി സ്റ്റേഷനുകളിലും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, GST തട്ടിപ്പ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടികൾ സ്വീകരിച്ചു വരുന്നു. കൂടുതലായിട്ട് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. കൊപ്പത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം, ഒരാൾ മരിച്ചു. ഒറ്റപ്പാലം പനമണ്ണ് സ്വദേശി വിജയനാണ് മരിച്ചത്. കൊപ്പം വളാഞ്ചേരി പാതയിലെ 1-ാം-പടിയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ ഒറ്റപ്പാലം പനമണ്ണ് സ്വദേശി വിജയൻ മരിച്ചു. 52 വയസ്സുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. നടുവട്ടം ഭാഗത്തു നിന്നും കൊപ്പം ഭാഗത്തേക്ക് ബൈക്കിൽ വരികയായിരുന്നു വിജയൻ. പിന്നിൽ പോകുകയായിരുന്ന പിക്കപ്പ് വാൻ പെട്ടെന്ന് നിർത്തിയതോടെ ബൈക്ക് പിക്കപ്പ് വാനിൽ ഇടിച്ച് വീഴുകയായിരുന്നു. ഈ സമയം പിറകിൽ വന്ന ജീപ്പ് ബൈക്കിൽ നിന്നും വീണ വിജയനെ ഇടിക്കുകയായിരുന്നു. പരിക്ക് പറ്റിയ ഇയാളെ ഓടിക്കൂടിയവർ കൊപ്പത്തെയും പിന്നീട് പെരിന്തൽമണ്ണയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാത്രിയോടെ മരണം സംഭവിച്ചു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലത്ത് 10.38 കോടി രൂപ ചെലവിൽ HT വൈദ്യുതി ലൈൻ കവചിത കേബിളുകളാക്കി മാറ്റുന്നു. KCB ഒറ്റപ്പാലം സെക്ഷന്റെ നേതൃത്വത്തിൽ 2 പ്രദേശങ്ങളിലായി ഏകദേശം 11 കിലോമീറ്റർ ദൂരത്തിലാണ് ഇൻസുലേറ്റഡ് കേബിൾ സ്ഥാപിക്കുന്നത്. കണ്ണിയമ്പുറം പനമണ്ണ റോഡ് മുതൽ വട്ടനൽ വരെ 6 കിലോമീറ്റർ ദൂരത്തിലാണ് കേബിളുകൾ സ്ഥാപിക്കുക.
കയറമ്പാറ സബ്സ്റ്റേഷൻ മുതൽ തെന്നാടി ബസാറിലെ സ്വകാര്യ സിനിമാ തിയേറ്റർ വരെ 5 കിലോമീറ്ററിലും അലുമിനിയം കമ്പികൾ മാറ്റി പുതിയവ വലിക്കുന്നതിന്റെ പ്രവൃത്തി പനമണ്ണ ഭാഗത്ത് തുടങ്ങി. 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് കവചിത കേബിളുകൾ വലിച്ചത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ചെയ്യേണ്ട പ്രവൃത്തിയായതിനാൽ ബാക്കി പണികൾ ഇടവിട്ട ദിവസങ്ങളിൽ നടക്കും. വൈദ്യുതി വിതരണത്തിന്റെ ഗുണനിലവാരവും വിശ്വാസ്യതയും മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന RDSS പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപടികൾ. കേബിളുകൾ വലിക്കുന്നതിനൊപ്പം വൈദ്യുതി തൂണുകളിൽ വയറുകൾ ഘടിപ്പിക്കുന്ന കോമ്പോസിറ്റ് പിന്നുകളും ഇതോടൊപ്പം മാറ്റുന്നുണ്ട്. കേബിളുകളുടെ ഭാരം താങ്ങാൻ കഴിയാത്ത കാലപ്പഴക്കം ചെന്ന വൈദ്യുതി തൂണുകളും മാറ്റി സ്ഥാപിക്കും. മഴക്കാലമായാൽ KSB അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ കവചിത കേബിളുകൾ സ്ഥാപിക്കുന്നതിലൂടെ പരിഹാരമാകും. ഇടയ്ക്കിടെ മരങ്ങൾ വീണും മരച്ചിലകൾ വീണും വൈദ്യുതി ലൈനുകൾ പൊട്ടുന്നത് പതിവാണ്. അർദ്ധരാത്രിയിലടക്കം സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണേണ്ട സ്ഥിതിയായിരുന്നു. ഇടയ്ക്കിടെ ലൈനുകൾക്ക് മുകളിൽ നിൽക്കുന്ന ചില്ലുകൾ വെട്ടിമാറ്റലും ഒരു പണിയായി മാറിയിരുന്നു. കേബിളുകൾക്ക് മുകളിൽ മരച്ചില്ലകളോ മറ്റോ വീണാലും വൈദ്യുതി തടസ്സം പെടില്ലെന്നും അപകടങ്ങൾ വളരെയേറെ കുറയ്ക്കാൻ കഴിയുമെന്നും അധികൃതർ പറയുന്നു. കേബിളുകൾ വലിക്കാൻ മാർച്ച് വരെ കാലാവധി ഉണ്ടെങ്കിലും അടുത്ത ജനുവരിയോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിബു എം ഭാഷ അറിയിച്ചു. ചളവറ ശമത സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കവിയരങ്ങും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ K മനോഹരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ, കലാകായിക, സാംസ്കാരിക രംഗത്ത് ചളവറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശമത സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് കവിയരങ്ങും അനുമോദന സദസ്സും സംഘടിപ്പിച്ചത്. ഞായറാഴ്ച ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി സാംസ്കാരിക പ്രവർത്തകൻ K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൻ്റെ കടലേ കവിതയ്ക്കു ഞങ്ങൾക്കു മഷിപ്പാത്രം, തൊടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലേ കവിതയ്ക്കു ഞങ്ങൾക്കു മഷിപ്പാത്രം. ജീവിതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വിഷയത്തിൻ്റെ മാത്രം ഉള്ളടക്കമല്ല. മനുഷ്യവംശം ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ അറിവുകളുടെയും ഒരു സമഗ്രതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ ജീവിതകാലം, അതല്ലെങ്കിൽ ചരിത്രം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മുൻവിധിയില്ലാത്ത തുറന്ന മനസ്സോടെ, അന്വേഷണ താല്പര്യത്തോടെ, കൗതുകത്തോടെ വിജ്ഞാനത്തെ സമീപിക്കേണ്ടി വരും. കവിയരങ്ങിൽ സോമകുമാരൻ V, രമ്യ നെച്ചിങ്ങൽ, പ്രസാദ് കുറ്റിക്കോട്, സെൽവരാജൻ, അനൂപ്, നിവേദ്യ തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. PhD ബിരുദം നേടിയ രമ്യ KS, പ്രവീൺ കുമാർ K, ധന്യ PP, കവി സോമകുമാരൻ, ചിത്രകാരൻ വിപിൻനാഥ്, കായികാധ്യാപിക സൂര്യമോൾ, MA ഹിന്ദി റാങ്ക് ജേതാവ് ആദ്ര ശ്രീജേഷ്, കായിക താരങ്ങളായ മുഹമ്മദ് സഫ്വാൻ, ആരോമൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ശമത പ്രസിഡന്റ് സുഭാഷ് തോടയം പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ T രാമചന്ദ്രൻ, ലത KS, ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. 5 മഹാശിഖരികൾക്കിടയിൽ മരുഭൂമി പോലെ വരണ്ടു കിടന്നവൾ, മഹാശിഖരികളുടെ നിഴലിൽ ഇരുട്ടിൻ്റെ കൂട്ടിൽ ചില്ലുമുട്ടകളിട്ട് അടയിരുന്നവൾ, അടങ്ങിയിരുന്നവൾ ഞാൻ പാഞ്ചാലി. 5 മഹാശിഖരികൾക്കിടയിൽ മരുഭൂമി പോലെ വരണ്ടു കിടന്നവൾ, മഹാശിഖരികളുടെ നിഴലിൽ ഇരുട്ടിൻ്റെ കൂട്ടിൽ ചില്ലുമുട്ടകളിട്ട് അടയിരുന്നവൾ, അടങ്ങിയിരുന്നവൾ. കൊടുങ്കാറ്റിനൊപ്പം തളിർക്കാറ്റും തടുത്തു കളഞ്ഞല്ലോ ഇവർ. പഞ്ചേന്ദ്രിയങ്ങളിലും പഴച്ചാറു നിറയ്ക്കാൻ ഊഴമുത്തന്നെ അണഞ്ഞ 5 വീരന്മാർ എന്നിലെ പെണ്ണിനെ അറിഞ്ഞുവോ എന്നെങ്കിലും. ഇല ചൂടി നമ്മൾ പല മഴക്കാലമേറ്റു നിന്നു, നിൻ ജലധാര കൊണ്ടെൻ്റെ ഹൃദയം തളിർത്തിരുന്നു. അന്നു നീ കൊണ്ടുവന്നോരരി നെല്ലി തന്നവസാന മധുരമെൻ ചുണ്ടിൽ കിനിഞ്ഞു. മൃദുവിരൽ തുമ്പിനാലൻ കരളിലാർദ്രമാം പ്രണയ ചിത്രം വരച്ചു നീ. കരുവാരക്കുണ്ട് കുട്ടത്തി മഹാശിവക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന എഴുന്നള്ളിപ്പ് വർണ്ണാഭമായി. മാമ്പറ്റക്കടവിൽ നിന്ന് 5 ഗജവീരന്മാരുടെയും വാദ്യമേള ഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നത്.
7 ദിവസങ്ങളിലായി കുട്ടത്തി അമ്പലക്കുന്ന് മഹാശിവക്ഷേത്രത്തിൽ നടക്കുന്ന ആറാട്ട് മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ചയാണ് എഴുന്നള്ളിപ്പ് നടന്നത്. മാമ്പറ്റക്കടവിൽ നിന്ന് 5 ഗജവീരന്മാർ, വാദ്യമേള ഘോഷങ്ങൾ, താലമേന്തിയ അമ്മമാർ, വിവിധ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു. തുവൂരിൽ നിന്നുള്ള സ്ഥിരം കൊടിമര ഘോഷയാത്രയും എഴുന്നള്ളിപ്പിനൊപ്പം കിഴക്കേത്തലയിൽ സംഗമിച്ചത് വർണ്ണാഭമായ കാഴ്ചയായി. ഇതിന്റെ ഭാഗമായി നടന്ന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുതുമന ഹരിശങ്കരൻ നമ്പൂതിരി, മാർഗദർശി NN രാജീവ് ജി അഗസ്ത്യമല, മേൽശാന്തി തെക്കേപ്പാട്ട് പരമേശ്വരൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ സുധാകരൻ കാവുങ്ങൽ, ഗിരീഷ് ഉപ്പുപാറ പെരുമ്പാറിൽ, കൃഷ്ണൻ കണ്ണത്ത്, ജയൻ പറപ്പത്തൊടി, പരമേശ്വരൻ മേലേതിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നടന്ന ആറാട്ട് സദ്യയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. CPM മഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തി. കീഴാറ്റൂർ അരിക്കണ്ടം പാക്കിൽ നിന്ന് വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച മാർച്ച് ആക്കപ്പറമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. നവംബർ 16 മുതൽ 19 വരെ തീയതികളിലാണ് CPIM മഞ്ചേരി ഏരിയ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളി, ശനി ദിവസങ്ങളിൽ അനുബന്ധ പരിപാടികൾ നടന്നു. ഞായറാഴ്ച വൈകിട്ട് അരിക്കണ്ടംപാക്ക് മുതൽ ആക്കപ്പറമ്പ് വരെ റെഡ് വളണ്ടിയർ മാർച്ചും നടന്നു. ഏരിയയ്ക്ക് കീഴിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള റെഡ് വളണ്ടിയർമാരാണ് മാർച്ചിൽ പങ്കെടുത്തത്. ആക്കപ്പറമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുമ്പിൽ ഇന്നും ഈ വിഷയത്തിൽ പല നിലയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു മതവർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല നമ്മുടെ പ്രസ്ഥാനത്തിൽ. അത് ഭൂരിപക്ഷ മതവർഗീയത ആയിക്കൊള്ളട്ടെ, ന്യൂനപക്ഷ മതവർഗീയത ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനെയും ശക്തിയുക്തം എതിർത്ത് ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തി മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നവരാണ് നമ്മൾ. മഞ്ചേരിയിൽ ഈ സമ്മേളനം നടക്കുന്ന പ്രദേശം മതനിരപേക്ഷ മനസ്സിന് ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ്. പൂന്താനത്തിന്റെ സാംസ്കാരികപരമായ പ്രാധാന്യത്തെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഈ മണ്ണിൽ വെച്ച് ചേരുന്ന സമ്മേളനം തീർച്ചയായും മതവർഗീയ ധ്രുവീകരണത്തിന്റെ ഏത് ശ്രമങ്ങളെയും ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തുന്നു. ഇവിടെ പൂന്താനത്തിന്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയം സജ്ജമായി വരുന്നുണ്ട്. അത് പൂർത്തിയാക്കാനുള്ള ഏതറ്റം വരെയുള്ള ഇടപെടലും നടത്താൻ LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഖാവ് ശ്രീരാമകൃഷ്ണനും സഖാവ് ഹംസാക്കയും സഖാവ് ശശികുമാറും ഒക്കെ ഉണ്ട്. നിയമസഭയിൽ ഒക്കെ പ്രതിദാനം ചെയ്തവരാണ്. ഈ ജില്ലക്ക് വേണ്ടി, ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ നിലയിലും ഇടപെട്ടവരാണ്. ഏരിയ സെക്രട്ടറി PK മുബശിർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P. ശ്രീരാമകൃഷ്ണൻ, TK ഹംസ, VM ഷൗക്കത്ത്, അഡ്വക്കേറ്റ് C. ശ്രീധരൻ നായർ, V. ജ്യോതിഷ്, P. രാധാകൃഷ്ണൻ, V. ശശികുമാർ, SFI ജില്ലാ പ്രസിഡന്റ് ഷിഹാബ്, അഡ്വക്കേറ്റ് ഫിറോസ് ബാബു, K. ജയരാജ്, M. നിസാർ അലി, അഡ്വക്കേറ്റ് M. രാജേഷ്, N. നിതീഷ്, K. ബാലസുബ്രഹ്മണ്യൻ, U. ശിവദാസൻ, K. കോമളവല്ലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. ഇടവേള.
വാർത്തകളിലേക്ക്. CPM ആലിയംകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണ സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ പ്രദേശത്തെ മുതിർന്ന പാർട്ടി അംഗങ്ങളെയും മറ്റ് പ്രതിഭകളെയും മുതിർന്ന തൊഴിലാളികളെയും ആദരിച്ചു. CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നവംബർ 25, 26, 27 തീയതികളിലായി നടക്കുന്ന ചെറുപ്പുളശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് CPM ആലിയക്കുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണ സദസ്സ് സംഘടിപ്പിച്ചത്. CPM ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിപുലമായ പരിപാടികളോടെയാണ് കേരളത്തിലെ ജനങ്ങൾ CPMന്റെ സമ്മേളനത്തെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നത്. ഓരോ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായ തയ്യാറെടുപ്പോടുകൂടിയ നല്ല നല്ല പരിപാടികളാണ് ഇന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റികൾ ഇതുപോലെയുള്ള പ്രത്യേക പരിപാടികൾ വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാർക്ക് അവർക്ക് അർഹതപ്പെട്ട താങ്ങുവില കിട്ടുന്നതിന്റെ ഭാഗമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാർഷിക മേഖല വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പിണറായിയുടെ ഗവൺമെന്റ് ഏറ്റെടുത്തു. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വീടില്ലാത്ത, വീട് സ്വപ്നം കണ്ടു കിടക്കുന്ന നിരവധി സാധാരണക്കാരായ വ്യക്തികൾ ഉണ്ടായിരുന്നു. ആ വ്യക്തികൾക്കെല്ലാം തന്നെ ഒരു വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് പദ്ധതിയുടെ തുടക്കം കുറിച്ചത് സഖാവ് പിണറായി കേരള സംസ്ഥാനം ഭരിച്ച അവസരത്തിലാണ്. പരിപാടിയിൽ പ്രദേശത്തെ മുതിർന്ന പാർട്ടി അംഗങ്ങളെയും മറ്റു പ്രതിഭകളെയും തൊഴിലാളികളെയും ആദരിച്ചു. CPM ലോക്കൽ സെക്രട്ടറി PM ലുക്മാൻ അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം PA ഉമ്മർ, പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ബിജുമോൻ പന്ത്രികുലം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ്, ജമാൽ, അബ്ദുൽ നാസർ, VP ഗോപി, K രാജമോഹൻ, ഡോക്ടർ ബെൻസി, പട്ടാമ്പി കോളേജ് യൂണിയൻ ഭാരവാഹി മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. പാലക്കാടിനും ഒറ്റപ്പാലത്തിനും ഇടയിൽ ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം. കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസിലാണ് സംഭവം. വാതിലിൽ ഇരുന്ന് ഉറങ്ങിയ യുവാവ് വീഴുന്നത് കണ്ട സഹയാത്രികൻ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു. തുടർന്ന് സഹയാത്രികരും ജീവനക്കാരും പോലീസും ചേർന്നാണ് പരിക്കേറ്റ് കിടന്ന യുവാവിനെ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയത്. പരിക്കേറ്റ യുവാവിനെ പിന്നീട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ട്രെയിൻ 15 മിനിറ്റോളം നിർത്തിയിട്ടു. ആര്യവൈദ്യൻ PM നമ്പൂതിരി അനുസ്മരണവും ആയുർരത്ന അവാർഡ് ദാനവും മണ്ണാർക്കാട് സംഘടിപ്പിച്ചു. പത്മശ്രീ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു. വൈദ്യരംഗത്ത് മണ്ണാർക്കാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ആശ്രയമായിരുന്നു ആര്യവൈദ്യൻ PM നമ്പൂതിരി. 14ാം വയസ്സിൽ പൂജകൾക്കായി കോട്ടക്കലിൽ എത്തിയ നമ്പൂതിരി ദേശീയ പ്രസ്ഥാനത്തിലും കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ചു. പാർട്ടി സാഹിത്യം പ്രചരിപ്പിച്ചതിന് ജയിൽവാസം അനുഭവിച്ചു. കോട്ടക്കലിൽ നിന്ന് ആര്യവൈദ്യൻ കോഴ്സ് പാസ്സായ നമ്പൂതിരി ആര്യവൈദ്യശാലയുടെ വിവിധ വിഭാഗങ്ങളിൽ പരിശീലനം നേടി. തുടർന്നാണ് മണ്ണാർക്കാട് പ്രവർത്തന മണ്ഡലമാക്കിയത്. മണ്ണാർക്കാടിന്റെ 40 കിലോമീറ്റർ ചുറ്റളവ് പ്രദേശങ്ങളിൽ നടന്നെത്തി ചികിത്സിച്ചിരുന്നു. നമ്പൂതിരി ഓർമ്മയായിട്ട് 20 വർഷം പൂർത്തിയായി. നമ്പൂതിരിയുടെ 106ാം ജന്മദിനത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. വൈദ്യനും ഡോക്ടറും രോഗികളുടെ കാണപ്പെട്ട ദൈവമാണെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പത്മശ്രീ കലാമണ്ഡലം ഗോപി പറഞ്ഞു. നമ്മൾ സാധാരണ ഒരു രോഗം വന്നാലോ അല്ലെങ്കിലോ നമ്മൾ എപ്പോഴും ഈശ്വര എന്നെ രക്ഷിക്കണേ, രോഗം വന്നാൽ ഭഗവാനെ എൻ്റെ ഈ രോഗം വേഗം മാറ്റിത്തരണേ എന്നാണ് സ്വതവേ സാധാരണ ഞാനടക്കം പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു എന്നല്ലാതെ നമ്മൾ കാണാത്ത ഒരു രൂപത്തിൻ്റെ മനസ്സിൽ സങ്കല്പിച്ച രൂപത്തിനോടാണ് ഈ പ്രാർത്ഥനയൊക്കെ. ഇതല്ല, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാലോ വൈദ്യൻ എന്ന് പറഞ്ഞാലോ എന്താണ് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഉപദേശം അത് എപ്പോഴും പാൽക്കടലാണ്. മണ്ണാർക്കാട് നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നമ്പൂതിരിയുടെ പേരിൽ ഏർപ്പെടുത്തിയ ആയുർരത്ന അവാർഡ് തൃശൂർ സീതാറാം ആയുർവേദ ഫാർമസി MD ഡോക്ടർ D രാമനാഥന് സമ്മാനിച്ചു.
മണ്ണാർക്കാട് MES കലടി കോളേജ് റിട്ടയർഡ് പ്രൊഫസർ സാബു വൈപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കൗൺസിലർ CP പുഷ്പാനന്ദൻ, AMAI ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഇ ബാസിം, യോഗാക്ഷേമസഭ ജില്ലാ സെക്രട്ടറി വാസുദേവൻ പാർനാട്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രമേശ് പൂർണിമ, ഡോക്ടർ PA ദിനേശൻ, ഡോക്ടർ PP പ്രവീൺ എന്നിവർ പ്രസംഗിച്ചു. യോഗാധ്യാപകൻ സന്തോഷിനെ ആദരിച്ചു. മണ്ണാർക്കാട് KTM ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സഹായത്തിന്റെ ആദ്യ ഗഡു സ്കൂൾ അധ്യാപകർക്കു കൈമാറി. തുടർന്ന് സംഗീത കച്ചേരി അരങ്ങേറി. പ്രകൃതി സൗന്ദര്യത്തിന്റെ പറുദീസയിലേക്ക് സന്ദർശകരെ മാടി വിളിച്ച് ശിരുവാണി മലമടക്കുകൾ. കാടിന്റെ പച്ചപ്പും വെള്ളച്ചാട്ടത്തിന്റെ വശ്യതയും സമ്മാനിച്ച് പാലക്കയം വട്ടപ്പാറ ഗ്രാമം. അതിമനോഹരമാണ് ശിരുവാണിയിലേക്കുള്ള യാത്ര. മലഞ്ചെരുവിലൂടെയാണ് പാലക്കയത്തു നിന്ന് ശിരുവാണിയിലേക്കുള്ള പാത. റോഡിന്റെ ഒരു വശം കുത്തനെയുള്ള മലനിരകളാണ്. പലതരത്തിലുള്ള കൃഷികളാണിവിടെ. വട്ടപ്പാറ മലമുകളിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടവും അരുവിയുമാണ് മലഞ്ചെരുവിന് അതിരിടുന്നത്. അരുവിയുടെ മറുകരയിലെ ചെങ്കുത്തായ മല മാനം മുട്ടുന്ന ഉയരത്തിലാണ്. തട്ടുതട്ടുകളായുള്ള മലമടക്കുകളും പാറക്കൂട്ടങ്ങളും പച്ചപ്പും കണ്ണിനും മനസ്സിനും കുളിര് പകരുന്ന കാഴ്ചയാണ്. ശിരുവാണിയിലേക്ക് പോകാൻ വനം വകുപ്പിന്റെ അനുമതി വേണം. ശിരുവാണി റോഡിൽ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ഭാഗത്ത് നിന്നാൽ തന്നെ പ്രകൃതി സൗന്ദര്യം ആവോളം നുകരാനാവും. ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്നാണ് വട്ടപ്പാറയിലേക്കുള്ള റോഡ് ആരംഭിക്കുന്നത്. ഈ റോഡ് അവസാനിക്കുന്നത് വട്ടപ്പാറ വെള്ളച്ചാട്ടത്തിലാണ്. അതിമനോഹരമായ തട്ടുതട്ടുകളായി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം അതിമനോഹരമാണ്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതിനാൽ ഇവിടേക്ക് സന്ദർശകർക്ക് വിലക്കുണ്ട്. സുരക്ഷയൊരുക്കി പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം ആസ്വദിക്കാൻ അവസരമൊരുക്കണം. 2018 പ്രളയത്തോടെ വെള്ളച്ചാട്ടത്തിന് സമീപത്തുണ്ടായിരുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. ആൾസഞ്ചാരമില്ലാതെ വിജനമാണ് പ്രദേശം. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഇവിടം മതിയായ സുരക്ഷയൊരുക്കി സന്ദർശകർക്ക് തുറന്നുകൊടുക്കണമെന്നാണ് ആവശ്യം. മണ്ണാർക്കാട് തെങ്കര വാളക്കര മൂത്താരുകാവ് ചുറ്റുവിളക്ക് താലപ്പൊലി ഉത്സവത്തിന് കൊടിയേറി. നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ ചേലേക്കോട്ടിൽ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റിയത്. ഈ മാസം 27-നാണ് താലപ്പൊലി. ഉത്സവത്തിന്റെ ഭാഗമായി ഞായർ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണം, ക്ഷേത്രീയ കലാരൂപങ്ങൾ എന്നിവ നടക്കും. വെള്ളിയാഴ്ച രാത്രി 7:30 ഗാനമേള, ശനിയാഴ്ച രാത്രി 7 മണിക്ക് ക്ലാസിക്കൽ നൃത്തസന്ധ്യ എന്നിവ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിൻഡ് മാജിക്, മ്യൂസിക് ഫ്യൂഷൻ, മ്യൂസിക് നൈറ്റ് എന്നിവയാണ് വിശേഷാൽ പരിപാടികൾ. താലപ്പൊലി മഹോത്സവം ദിനമായ ബുധനാഴ്ച കേരളത്തിലെ അറിയപ്പെടുന്ന ഗജവീരന്മാർ അടക്കം 16 ആനകൾ അണിനിരക്കുന്ന വർണ്ണാഭമായ വേലെഴുന്നള്ളിപ്പ് നടത്തും. ഉത്സവാരംഭം മുതൽ പ്രധാന പൂരം വരെ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നുണ്ട്. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുൻവശത്ത് സ്നേഹാരാമം നിർമ്മിച്ചു. ചടങ്ങിൽ MLA K പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നൂറുകണക്കിന് ആളുകൾ, ഒരുപക്ഷെ 1000-ന് മേൽ ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന ഒരു ആഫീസാണിത്. ട്രഷറി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന, കുടുംബശ്രീ ഓഫീസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ജനകീയ ഹോട്ടലൊക്കെ ഇവിടെയുണ്ട്. അത് ഭക്ഷണം കഴിക്കാനൊക്കെയായി ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 1000 പേരെങ്കിലും വന്നു പോകുന്നതാണ്. 10,000-കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡിന്റെ സൈഡിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ട് എന്ന് പറയുന്നത് നല്ല തിരക്കുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ ഇവിടെ നടത്തുന്ന ഈ പ്രവർത്തനം
നമ്മുടെ ഈ പഞ്ചായത്തിന് മാത്രമല്ല, നമ്മുടെ സമീപ പഞ്ചായത്തുകൾക്കും മറ്റ് ഇത് കാണുന്ന എല്ലാവർക്കും അവർക്കൊക്കെ ഒരു കൗതുകവും അസൂയയും തോന്നുന്ന നിലയിൽ എന്നുമെന്നും ഏറ്റവും ഭംഗിയോടെ സംരക്ഷിക്കാനാകട്ടെ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വാർഡ് തലത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. വാർഡ് 13-ലെ 18 കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ 18 സ്നേഹാരാമങ്ങൾ പൂർത്തീകരിക്കുകയും വീടും പരിസരവും പൊതുയിടങ്ങളും ശുചീകരണ പ്രവൃത്തികൾ നടത്തുകയും ചെയ്തതിനു ശേഷം 8 ചോദ്യങ്ങളടങ്ങുന്ന ചോദ്യാവലി തയ്യാറാക്കി അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ദിവസം 18 കുടുംബശ്രീകളെയും ഹരിത കുടുംബശ്രീകളായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് 18 കുടുംബശ്രീകളുടെയും പേരിൽ ഓരോ ചെടികൾ വീതമുള്ള സ്നേഹാരാമം നിർമ്മിച്ചത്. റെഡിമെയ്ഡ് ചെടിച്ചട്ടികൾ വാങ്ങുന്നതിന് പകരം വാർഡിൽ തന്നെ തയ്യാറാക്കിയാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക, വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഗിരിജ, വാർഡ് മെമ്പർമാരായ എം കെ പ്രദീപ്, ലിനി, ജയശ്രീ, CDS ചെയർപേഴ്സൺ സൗമ്യ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ്, ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ജയകൃഷ്ണൻ, മഞ്ജു, ഗായത്രി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും ആദ്യം മുഴുവൻ കുടുംബശ്രീകളെയും ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ച വാർഡ് കൂടിയാണ് 13ാം വാർഡ്. പോയ കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് വഴിയരികുകളിൽ കാണുന്ന കുഴൽ കിണറുകൾ. മുൻകാലത്ത് ജലക്ഷാമം പരിഹരിക്കുന്നതിനായി പാതയോരങ്ങളിൽ സ്ഥാപിച്ച ഈ കിണറുകൾ ഓർമ്മയായത് മോട്ടോറുകളുടെയും കുടിവെള്ള പദ്ധതികളുടെയും വരവോടെയാണ്. സ്ഥലനാമകരണം പോലും ഇവയുടെ പേരിൽ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ്. ശുദ്ധജലക്ഷാമം നേരിടുന്ന മേഖലകളിൽ ഭൂജല വകുപ്പാണ് പൊതുയിടങ്ങളിൽ കുഴൽക്കിണറുകൾ സ്ഥാപിച്ചിരുന്നത്. മിക്കതും സ്ഥാപിച്ചിരുന്നത് പാതയോരങ്ങളിലായിരുന്നു. വേനൽക്കാലത്ത് ഊഴം കാത്ത് ഇവയുടെ മുന്നിൽ നിന്നത് ആരും അത്ര പെട്ടെന്ന് മറക്കാൻ വഴിയില്ല. കാരണം ഒരു കാലത്തെ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ വൈകുന്നേര കാഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത്. അത്തരത്തിൽ ജനങ്ങൾ ഊഴം കാത്തു നിന്നിരുന്ന കിണറുകളാണ് അലനല്ലൂർ, കോട്ടോപ്പാടം പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ പകർത്തിയ ഈ കാഴ്ച. കിണറുകളിൽ മോട്ടോറും കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് കണക്ഷൻ മുറ്റത്തും വന്നതോടെ ഇവയ്ക്ക് കേരളത്തിലുണ്ടായിരുന്ന വലിയ സ്വീകാര്യത കുറഞ്ഞു. കൂടാതെ വേണ്ടത്ര വെള്ളം ലഭ്യമാകാതെ വന്നതും പ്രവർത്തിപ്പിക്കാനുള്ള അധ്വാനവും കാരണം ആളുകൾ ഇത് ഉപയോഗിക്കാതായി. കേടുവന്നവ അറ്റകുറ്റപ്പണി നടത്തുകയോ എടുത്തുമാറ്റുകയോ ഇപ്പോഴും ചെയ്തിട്ടില്ല. ഇവ സ്ഥാപിക്കപ്പെട്ട ഇടങ്ങളുടെ സ്ഥലനാമം പോലും കുഴൽക്കിണർ എന്നായി മാറിയിരുന്നു. പല സ്ഥലത്തും ഇന്നും ബസ് സ്റ്റോപ്പുകളുടെ പേര് കുഴൽക്കിണർ എന്നാണ്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. ചെർപ്പളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതുതായി പണി കഴിപ്പിച്ച മൾട്ടിപർപ്പസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ചെയർമാൻ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ക്ലാസുകളുടെയൊക്കെ നല്ലൊരു ക്യാമ്പസായി വളർന്നു വരുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം ഈ വർഷം തോന്നിയിട്ട് അതിലായിരിക്കും ഉദ്ഘാടന വേളയിൽ ഇവിടെ വളരെ ശേഷമുള്ള യോഗങ്ങളുടെ കാര്യങ്ങളാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയും വിവിധ അക്കാഡമിക് ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഹാൾ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം BBA ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആന്റർപ്രനോറിയൽ ഓറിയന്റേഷൻ വർക്ക്ഷോപ്പും ഉദ്ഘാടനം ചെയ്തു. ശേഷം ഐഡിയൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി റിയാസിന്റെ ഓർമ്മയ്ക്കായി നടത്തിവരുന്ന സ്കോളർഷിപ്പ് വിതരണവും നടന്നു. ഐഡിയൽ ക്യാമ്പസ് മാനേജർ അബ്ദുൾ മജീദ് മനുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വിവാഹത്തിന് തയ്യാറായി എല്ലാ കാര്യങ്ങളും ഒരുക്കി അതിനു വേണ്ടിയുള്ള ഒരു വരവായി. പക്ഷെ ദൈവം അല്ലാഹു മറ്റൊന്നാണ് അവരെ കൊണ്ട് കണക്കാക്കിയിട്ടുള്ളത്. അത്തരം മരണങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായി പറയുക ഷഹീദ് എന്നാണ്. ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പൊ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. ഐഡിയൽ ക്യാമ്പസ് സെക്രട്ടറി കെ ഇബ്രാഹിം, ഡയറക്ടർ അൻവർ സാദത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ, അക്കാഡമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, IQAC കോർഡിനേറ്റർ സ്നേഹ എന്നിവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്
VS ടെനിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി സൂരജ്, പ്രസിഡന്റ് ഗോപൻ, ട്രഷറർ വിഷ്ണു എന്നിവർ സംസാരിച്ചു. നികുതി പണം ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കോടതിയിൽ പോയി 13,000 കോടി രൂപ നമുക്ക് അർഹതപ്പെട്ട വിഹിതം നമ്മൾ നേടിയെടുത്തു. അതുപോലെ തന്നെ കേന്ദ്രം ഈ കാണിക്കുന്ന അവഗണനയെ ഭരണഘടനയുടെ എല്ലാ നിഷേധങ്ങളും മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളത് വിജയിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം തിങ്കളാഴ്ച വൈകിട്ട് സമാപിക്കും. അവസാന മണിക്കൂറിൽ വാശിയോടെ കളം നിറച്ച് മുന്നണികൾ. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു പറയാൻ കേൾപ്പുള്ള ആളാണ് ഞാനെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ഓർക്കണമെന്ന് സന്ദീപ് ജി വാര്യർ. തെറ്റുതിരുത്തി ഏതറ്റം വരെയും പോയി തച്ചനാട്ടുകരയിലെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും സന്ദീപ് വാര്യർ. GST അടച്ചു നൽകാമെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ തട്ടിയ സംഭവത്തിൽ യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃത്താല സ്വദേശി നവാസ് ബിൻ അലിയാണ് അറസ്റ്റിലായത്. കൊപ്പത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം, ഒരാൾ മരിച്ചു. ഒറ്റപ്പാലം പനമണ്ണ് സ്വദേശി വിജയനാണ് മരിച്ചത്. വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലത്ത് HT വൈദ്യുത ലൈൻ കവചിത കേബിളാക്കി മാറ്റുന്നു. കേബിൾ വലിക്കുന്ന ജോലി ജനുവരിയോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിബു M ഭാഷ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.